റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ സമരങ്ങൾക്ക് നിരോധനം. ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നിരോധനം. തേഞ്ഞിപ്പലം SHO വിദ്യാർത്ഥി സംഘടനകൾക്ക് കത്തയച്ചു. സാനിയോ പരോ വിവരങ്ങളുമായി. സാനിയോ, ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള നിരോധനം എന്ന് പറയുന്നു. എന്താണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല എടുത്തിരിക്കുന്ന നിലപാട്? സ്മൃതി, കാലിക്കറ്റ് സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷവും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആദ്യം SFIയുടെ ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ജീവനക്കാരെ മർദ്ദിച്ചു എന്ന് കാണിച്ച് ജീവനക്കാരുടെ പ്രതിഷേധ മാർച്ചും പരിപാടികളും സമരങ്ങളും പിന്നീട് വാതിലുകൾ കുത്തിപ്പൊളിക്കുന്ന സംഭവങ്ങളും ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തേഞ്ഞിപ്പാലം SHO വിദ്യാർത്ഥി സംഘടനകൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതായത് ഹൈക്കോടതിയുടെ നിലവിലുള്ള ഉത്തരവ്, സർവകലാശാലകളിൽ സമരം പാടില്ല എന്ന നിലവിലുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകുന്നത് എന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത്. അതായത് കാലിക്കറ്റ് സർവകലാശാലയുടെ ഏതെങ്കിലും കെട്ടിടങ്ങളോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് അല്ലെങ്കിൽ പരീക്ഷാ ഭവൻ തുടങ്ങിയതിൻ്റെ 200 മീറ്റർ ചുറ്റളവിൽ യാതൊരു തരത്തിലുള്ള സമരങ്ങളും പ്രകടനങ്ങളും ധർണയും ഒന്നും പാടില്ല എന്ന് താങ്കളുടെ സംഘടനയ്ക്ക് നോട്ടീസ് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസാണ് തേഞ്ഞിപ്പാലം SHO ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. എല്ലാ സംഘടനകൾക്കും, എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കുമാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്കാണ് ഇക്കാര്യം പോവുക എന്നതിൽ സംശയമില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് സർവകലാശാല അധികൃതർ ഒരു കാര്യവും വ്യക്തമാക്കിയിട്ടില്ല. ഇത് തികച്ചും പോലീസിൻ്റെ മാത്രം ഉത്തരവാണ് എന്നുള്ളതാണ് സർവകലാശാലയുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിൽ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നും സർവകലാശാല പറയുന്നുണ്ട്. സ്മൃതി. ശരി, സാനിയ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്.